ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിലെ കുഡ് ഹാവിന്റെ ഉപയോഗമാണ്. കുഡ് ഹാവ് മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ കുഡിന്റെ ഉപയോഗം പഠിച്ചിട്ടുണ്ട്. അവന് വരാൻ കഴിഞ്ഞു, ഹി കുഡ് കം, എനിക്ക് പാടാൻ പറ്റി, ഐ കുഡ് സിംഗ്, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഹാവിന്റെ ഉപയോഗം പൊസഷനെ കാണിക്കുന്ന, ഉടമസ്ഥതയെ കാണിക്കുന്ന ഉപയോഗം എല്ലാം കണ്ടിട്ടുണ്ട്. എന്നാൽ കുഡ് ഹാവ് എന്ന് പറയുമ്പോൾ വേറൊരു അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. വാചകം ഉണ്ടാക്കുന്ന രീതി നമ്മൾ കണ്ടു. സബ്ജക്റ്റ്, അതിന്റെ കൂടെ കുഡ് ഹാവ് വയ്ക്കും. അതിന്റെ കൂടെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് വയ്ക്കുന്നത്. ആ ഫോം മാത്രമേ ഉപയോഗിക്കൂ. രണ്ട് വാചകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഐ കുഡ് ഹാവ് റിട്ടൺ, എനിക്ക് എഴുതാമായിരുന്നു. അതിന്റെ ചോദ്യം കുഡ് ഐ ഹാവ് റിട്ടൺ, എനിക്ക് എഴുതാമായിരുന്നുവോ? എനിക്ക് എഴുതാമായിരുന്നുവോ? ആ മലയാളം ഒരു സുഖമില്ല. നമ്മൾ കണ്ടത് എനിക്ക് എഴുതാൻ കഴിയുമായിരുന്നു. ആ രീതിയിൽ മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഇതിന്റെ ചോദ്യം മൂന്നാമത്തെ വാചകമാണ് നമ്മൾ ഇന്ന് കാണുന്നത്, നെഗറ്റീവ് സെന്റൻസ്. നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുന്ന രീതി നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കുഡ് ഹാവ്, അതിന്റെ ഇടയ്ക്ക് നോട്ട് എന്ന് വെച്ചാൽ മതി. കുഡ് നോട്ട് ഹാവ് റിട്ടൺ, ഐ കുഡ് നോട്ട് ഹാവ് റിട്ടൺ, എനിക്ക് എഴുതുവാൻ കഴിയുമായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എഴുതാമായിരുന്നില്ല. ഐ കുഡ് നോട്ട് ഹാവ് റിട്ടൺ. കുഡ് നോട്ടിന്റെ ഷോർട്ട് ഫോം കുഡിന്റെ നേരത്തെ കണ്ടിട്ടുണ്ട്. നമ്മൾ അതായിരിക്കും ഉപയോഗിക്കുക. ഇങ്ങനെയും പറയാം, ഐ കുഡ് നോട്ട് ഹാവ് റിട്ടൺ, എനിക്ക് എഴുതാൻ കഴിയുമായിരുന്നില്ല. സിംഗുലറിനും പ്ലൂറലിനും ഒന്ന് തന്നെയാണ് ഉപയോഗിക്കുക. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. ഐ കുഡിന്റ് ഹാവ് റിട്ടൺ, എനിക്ക് എഴുതുവാൻ കഴിയുമായിരുന്നില്ല. ഐ കുഡിന്റ് ഹാവ് ഗോൺ ടു വിസിറ്റ് ഹിം, അവനെ സന്ദർശിക്കുവാൻ എനിക്ക് പോകുവാൻ കഴിയുമായിരുന്നില്ല. ഐ കുഡിന്റ് ഹാവ് ഹെൽപ് യുവർ ഫ്രണ്ട്സ്, നിന്റെ കൂട്ടുകാരെ എനിക്ക് സഹായിക്കാൻ കഴിയുമായിരുന്നില്ല, അല്ലെങ്കിൽ സാധിക്കുമായിരുന്നില്ല. ഐ കുഡിന്റ് ഹാവ് കട്ട് ദ ട്രീ, എനിക്ക് ആ മരം മുറിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഐ കുഡിന്റ് ഹാവ് ബ്രോട്ട് എ ബുക്ക്, എനിക്ക് ഒരു പുസ്തകം കൊണ്ടുവരാൻ കഴിയുമായിരുന്നില്ല, സാധിക്കുമായിരുന്നില്ല. ഐ കുഡിന്റ് ഹാവ് സങ്, എനിക്ക് പാടുവാൻ കഴിയുമായിരുന്നില്ല. അടുത്തത് യു നോക്കാം. നീ, നിങ്ങൾ, താങ്കൾ, അങ്ങ്, അവിടുന്ന്, ലാറ്റിൻ ഇംഗ്ലീഷിലെ യു ആണ്. യു എപ്പോഴും പ്ലൂറലാണ്. ഈ കുഡിന്റ് ഹാവ് റിട്ടൺ, നിനക്ക് എഴുതുവാൻ കഴിയുമായിരുന്നില്ല. ഈ കുഡിന്റ് ഹാവ് ഗോൺ ടു വിസിറ്റ് ഹിം, അവനെ സന്ദർശിക്കുവാൻ നിനക്ക് പോകുവാൻ സാധിക്കുമായിരുന്നില്ല. ഈ കുഡിന്റ് ഹാവ് ഹെൽപ് യുവർ ഫ്രണ്ട്സ്, നിന്റെ കൂട്ടുകാരെ നിനക്ക് സഹായിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഈ കുഡിന്റ് ഹാവ് കട്ട് ദ ട്രീ, ആ മരം മുറിക്കുവാൻ നിനക്ക് കഴിയുമായിരുന്നില്ല. ഈ കുഡിന്റ് ഹാവ് ബ്രോട്ട് എ ബുക്ക്, ഒരു പുസ്തകം കൊണ്ടുവരുവാൻ നിനക്ക് കഴിയുമായിരുന്നില്ല. ഈ കുഡിന്റ് ഹാവ് സങ്, നിനക്ക് പാടാൻ കഴിയുമായിരുന്നില്ല. അടുത്തത് ഹി വെച്ച് നോക്കാം. അവൻ, അയാൾ, അദ്ദേഹം, എല്ലാറ്റിനും ഇംഗ്ലീഷിൽ ഹി ആണ്. ഹി സിംഗുലർ ആണ്, പക്ഷെ ഇത് തന്നെ ഉപയോഗിക്കുക. നമുക്കറിയാം. ഈ കുഡിന്റ് ഹാവ് റിട്ടൺ, അവൻ എഴുതുവാൻ സാധിക്കുമായിരുന്നില്ല. ഈ കുഡിന്റ് ഹാവ് ഗോൺ ടു വിസിറ്റ് ഹിം, അയാളെ സന്ദർശിക്കുവാൻ അവന് പോകുവാൻ സാധിക്കുമായിരുന്നില്ല, കഴിയുമായിരുന്നില്ല. ഈ കുഡിന്റ് ഹാവ് ഹെൽപ് യുവർ ഫ്രണ്ട്സ്, നിന്റെ കൂട്ടുകാരെ സഹായിക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല. ഈ കുഡിന്റ് ഹാവ് കട്ട് ദ ട്രീ, ആ മരം മുറിക്കുവാൻ അവന് സാധിക്കുമായിരുന്നില്ല. ഈ കുഡിന്റ് ഹാവ് ബ്രോട്ട് എ ബുക്ക്, ഒരു പുസ്തകം കൊണ്ടുവരാൻ അവന് കഴിയുമായിരുന്നില്ല. ഈ കുഡിന്റ് ഹാവ് സങ്, അവന് പാടുവാൻ കഴിയുമായിരുന്നില്ല. അടുത്ത ഷീ വെച്ച് അവൾ, സിംഗുലർ ആണ്, പക്ഷെ ഇത് തന്നെ ഉപയോഗിക്കുക. ഷീ കുഡിന്റ് ഹാവ് റിട്ടൺ, അവൾക്ക് എഴുതുവാൻ കഴിയുമായിരുന്നില്ല. ഷീ കുഡിന്റ് ഹാവ് ഗോൺ ടു വിസിറ്റ് ഹിം, അവനെ സന്ദർശിക്കുവാൻ പോകുവാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല. ഷീ കുഡിന്റ് ഹാവ് ഹെൽപ് യുവർ ഫ്രണ്ട്സ്, നിന്റെ കൂട്ടുകാരെ അവൾക്ക് സഹായിക്കാൻ കഴിയുമായിരുന്നില്ല. ഷീ കുഡിന്റ് ഹാവ് കട്ട് ദ ട്രീ, അവൾക്ക് ആ മരം മുറിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഷീ കുഡിന്റ് ഹാവ് ബ്രോട്ട് എ ബുക്ക്, അവൾക്ക് ഒരു പുസ്തകം കൊണ്ടുവരാൻ കഴിയുമായിരുന്നില്ല. ഷീ കുഡിന്റ് ഹാവ് സങ്, അവൾക്ക് പാടാൻ കഴിയുമായിരുന്നില്ല. അടുത്തത് ദേ, അവർ അല്ലെങ്കിൽ ഇവർ. ദേ കുഡിന്റ് ഹാവ് റിട്ടൺ, അവർക്ക് എഴുതുവാൻ കഴിയുമായിരുന്നില്ല. ദേ കുഡിന്റ് ഹാവ് ഗോൺ ടു വിസിറ്റ് ഹിം, അവനെ സന്ദർശിക്കുവാൻ അവർക്ക് പോകുവാൻ കഴിയുമായിരുന്നില്ല. ദേ കുഡിന്റ് ഹാവ് ഹെൽപ് യുവർ ഫ്രണ്ട്സ്, നിന്റെ കൂട്ടുകാരെ അവർക്ക് സഹായിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ദേ കുഡിന്റ് ഹാവ് കട്ട് ദ ട്രീ, അവർക്ക് ആ മരം മുറിക്കുവാൻ കഴിയുമായിരുന്നില്ല. ദേ കുഡിന്റ് ഹാവ് ബ്രോട്ട് എ ബുക്ക്, അവർക്കൊരു പുസ്തകം കൊണ്ടുവരുവാൻ കഴിയുമായിരുന്നില്ല. ദേ കുഡിന്റ് ഹാവ് സങ്, അവർക്ക് പാടുവാൻ സാധിക്കുമായിരുന്നില്ല. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ചിലപ്പോൾ ഈ മലയാളം ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും.
ഈ മലയാള അർത്ഥം മനസ്സിലാക്കുക. ഇതിന്റെ നെഗറ്റീവ് ആണ് ഇത്. അതാണ് നമ്മൾ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ നോക്കുക. ഇതിന്റെ നെഗറ്റീവ് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക, അത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇവിടെ അതുപോലെ എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാവൂ. മറ്റു വാക്കുകളൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. വീഡിയോ കോളൊക്കെ നടത്തി അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. അർത്ഥം ശരിയായിട്ട് മനസ്സിലാക്കാൻ ആദ്യം ശ്രദ്ധിക്കണം, അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുക. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, കുറെ വെർബ്സ് പഠിച്ചു കാണും. പുതിയ വെർബ്സ് പഠിക്കുക. 4 ഫോംസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം പുതിയ വാക്കുകളും പഠിക്കണം, ഉച്ചാരണം പഠിക്കണം, അർത്ഥം പഠിക്കണം. എത്രത്തോളം വാക്കുകൾ നമുക്കറിയാവുന്നുവോ അത്രയ്ക്ക് ഒഴുക്കോടെ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം.
ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് കാണുന്നത് നമ്മളെ വെർബുകളുടെ ലിസ്റ്റിലെ 13ാമത്തെ ലിസ്റ്റ് ആണ്. വെർബുകളുടെ ധാരാളം രൂപങ്ങളിലെ 4 രൂപങ്ങളാണ്. ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ എല്ലാ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവ അറിയാതെ ഇംഗ്ലീഷ് ഭാഷ എഴുതാനോ സംസാരിക്കാനോ സാധിക്കുകയില്ല. അപ്പൊ ഇവ നമ്മൾ ശരിക്കും പഠിക്കണം. പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇംഗ്ലീഷില്. ഉച്ചാരണവും സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ടെന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ് പഠിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. Bear, bore, born, beat, bet, beaten. ശ്രദ്ധിക്കണം, പാസ്റ്റ് ഫോമിന്റെ സ്പെല്ലിങ്ങും പ്രസന്റ് ഫോമിന്റെ സ്പെല്ലിങ്ങും ഒരേപോലെയാണ്. ഉച്ചാരണം വ്യത്യാസമുണ്ട്. ബീറ്റ്, ബെറ്റ്, ബീറ്റൺ ആണ്. ബൈറ്റ്, ബിറ്റ്, ബിറ്റൺ. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ചൂസ്, ചോസ്, ചോസൺ. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ഈറ്റ്, എറ്റ്, ഈറ്റൺ. ഇവിടെ പ്രത്യേകതയുണ്ട് ഈ വെർബുകളുടെ. ഇത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളിൽ നമ്മൾ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ED എന്നോ D എന്നോ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. തുടങ്ങാം. ഡിസഗ്രി, ഡിസഗ്രീഡ്, ഡിസഗ്രീഡ്. ഡ്രൗൺ, ഡ്രൗൺഡ്, ഡ്രൗൺഡ്. ഫ്രൈ, ഫ്രൈഡ്, ഫ്രൈഡ്. harm, harmed, harmed. Excite, excited, excited. Force, forced, forced. Hug, hugged, hugged. Hope, hoped, hoped. Hum, hummed, hummed. Instruct, instructed, instructed. Interfere, interfered, interfered. Invent, invented, invented. Irritate, irritated. Entertain, entertained, entertained. Jog, jogged, jogged. Heat, heated, heated. Join, joined, joined. Last, lasted, lasted. Preserve, preserved, preserved. Prevent, prevented, prevented. Produce, produced, produced. Promise, promised, promised. ഓർക്കുക, ഈ വെർബുകള് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഇവയുടെ ഉച്ചാരണം പഠിക്കണം, അർത്ഥവും പഠിക്കണം. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ചില വെർബുകളിലേക്ക് സിംഗുലർ ആകുമ്പോൾ ചില സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് എഴുതാൻ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. അപ്പൊ ഈ വെർബുകളൊക്കെ നന്നായിട്ടൊക്കെ പഠിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.